പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആക്രമിച്ചല്ലേ, വസ്തുത പറഞ്ഞതാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. എന്താ പ്രശ്നം? കോടതി തന്നെ ഒരു കാര്യം പറഞ്ഞു. കോടതി പറഞ്ഞത് ഈ അന്വേഷണം സമഗ്രമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇതൊരു സാങ്കേതികമായിട്ട് എടുക്കാൻ പറ്റില്ല. സാങ്കേതികമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത്. 90 ദിവസം കഴിഞ്ഞാൽ നിയമപരമായിട്ട് ജാമ്യം കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ധൃതി പിടിച്ച് ചാർജ് ഷീറ്റ് തയ്യാറായി കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള അവസരമാകും. അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് ഇതിന്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ എന്ന് കോടതിയാണ് പറയുന്നത്. ഞങ്ങളുടെ നിലപാടല്ല, കോടതിയുടെ നിലപാടാണ്. കോടതി ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ഏതെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ ഇടപെട്ട് എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി നുണ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയണം. അതേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാരും പ്രസംഗത്തിലൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ആ നീക്കത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്നെ എന്തിനാണ് ഇവർ പേടിക്കുന്നത്? എന്തിനു പേടി? അത് അറ്റാക്കല്ല. ഇത് എന്താണ് വസ്തുത എന്നുള്ളത് പറയുകയാണ്. ആ വസ്തുത ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുക. അല്ലാതെ പ്രതിപക്ഷ നേതാവിനെ നേരെ എന്ത് അറ്റാക്ക്? ഒരറ്റാക്കില്ല. പേടിക്കുന്ന എന്തിനെന്നുള്ള പരാമർശത്തിൽ ഇല്ലല്ല, അത് അയാളുടെ കുറ്റബോധത്തിൽ നിന്ന് വരുന്ന അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് വരുന്ന അഭിപ്രായമാണത്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വസ്തുതാവിരുദ്ധമായിട്ട് സംസാരിക്കരുത്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കരുത്. അദ്ദേഹം ഒരു പൊസിഷനിൽ നിൽക്കുന്നയാളാണ്. അതിന് വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കപ്പെടും. അതേ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നുള്ളൂ. അതാണുള്ളത്. നിങ്ങൾക്കറിയാലോ, ഇവിടെ സാമ്രാജ്യത്വത്തിനും ജന്മിനാട് വാഴ് വ്യവസ്ഥയ്ക്കുമെല്ലാമുള്ള പോരാട്ടത്തിൽ ജീവൻ കൊടുക്കാൻ സന്നദ്ധമായി പൊരുതി നിന്നവരാണ്. അവരങ്ങനെയുള്ള ഒരു സംഘം എന്തിനാണ് ഈ പ്രതിപക്ഷ നേതാവിനെ പേടിക്കുന്നത്? പ്രതിപക്ഷ നേതാവിനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഗവൺമെന്റിനോ ഇല്ല. UDF-നും സംഘത്തിനും ഒരു പ്രൊഫഷണൽ ചില സംഘങ്ങൾ ഈ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് സർക്കാരിനെതിരെ എന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു, അങ്ങും പറഞ്ഞു. അങ്ങനെ UDF പ്രൊഫഷണൽ സംഘങ്ങളുടെ പിന്തുണയോടെ സർക്കാരിനെതിരെ ആ ഒരു നീക്കമുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. UDF പ്രൊഫഷണൽ സംഘത്തിന്റെ പിന്തുണ നേടി പ്രചാരവേല നടത്തുന്നുണ്ട്. അത് UDF-ന്റെ അണികളാണ് തിരിച്ചറിയേണ്ടത്. ജനങ്ങൾ പൊതുവെയാണ് ഇത് അറിയേണ്ടത്, തിരിച്ചറിയേണ്ടത്. ആ പ്രചരണത്തിന്റെ ചില സ്വഭാവം മുഖ്യമന്ത്രി നേരത്തെ വിശദീകരിച്ചില്ലേ? SIR പ്രശ്നത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാണെന്ന് പ്രചരിപ്പിക്കാം. അത്തരം പ്രചാരവേലയുടെ ഉദ്ദേശം എന്താ? നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് പ്രവണതയെ എതിർക്കലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ തുക മുടക്കിയുള്ള പ്രൊഫഷണൽ, അതാണ്. സമൂഹ മാധ്യമങ്ങളിലും അത്തരം പ്രചാരവേലകൾ ശക്തമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുകയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ജനങ്ങളിത് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പണമൊഴുക്കും അങ്ങനെ ഒരു പ്രചരണം ഉണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ വിഷയമാണ്. തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ വിഷയമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്നുണ്ടല്ലോ അധികാരത്തിൽ വരണമെന്ന്. എന്തിനാ അധികാരത്തിൽ വരുന്നത്? എന്തിന് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് പറയുന്നില്ലല്ലോ. അങ്ങനെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അധികാരത്തിൽ വരുന്നതിന് ഒരു വിശദീകരണം കേരളത്തിൽ നടന്നു. ലീഗിന്റെ ഒരു നേതാവ് മതമാണ് പ്രശ്നം, അതിനുവേണ്ടിയാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞില്ലേ? അത് കേരളത്തിലല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രകടിപ്പിച്ചോ? ഇങ്ങനെയല്ലേ? അങ്ങനെയാണോ ഈ സമൂഹം, കേരളീയ സമൂഹം അങ്ങനെയാണോ? വർഗീയതയ്ക്ക് വേണ്ടിയാണോ നിൽക്കുന്നത്? മതനിരപേക്ഷ നിലപാടല്ലേ ഉയർത്തേണ്ടത്? ജനങ്ങളുടെ സൗഹൃദം നിലനിർത്തിയല്ലേ? എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ ജീവിക്കാനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസൃതമായ നിലപാടെടുക്കാനും കേരളത്തിൽ സൗകര്യമുണ്ടാവണമെന്ന്. അതാണല്ലോ കേരളം. അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിന് അതിനെ എതിർക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇതൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. നേതാവ് ഇതിനോടൊക്കെ പറഞ്ഞത്
അധികാരത്തിൽ വന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്കുള്ളതാണ്. അതൊക്കെ ആ നിലയിലേക്ക് വരെ അവർ അധികാരത്തിൽ എത്തുമെന്ന അർത്ഥത്തിൽ ചർച്ച. അതൊക്കെ അവരുടെ കാര്യം, അതൊക്കെ ജനങ്ങൾ പരിശോധിക്കല്ലോ എന്തിനാണ് വരുന്നതെന്നുള്ളത്. ഒറ്റ കാര്യം അവസാനം ചോദിച്ചോട്ടെ, LDF കൺവീനറാണ്, ഒരു അവസരം കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ഉഭയകക്ഷി ചർച്ചകളിലേക്കൊക്കെ, സീറ്റ് വിഭജന ചർച്ചകളിലൊക്കെ ഏത് ഘട്ടത്തിലാണ് കഴിയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. യാത്രകളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ഏതെല്ലാം പാർട്ടികൾക്ക് തീരുമാനിച്ചു, പിന്നെ പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനം. അത് ഞങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് അതൊരു വലിയ ദുഷ്കരമാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതെല്ലാം വേഗം തീരുമാനിക്കാൻ കഴിയുന്നതാണ്. പഴയ നില തന്നെ തുടരും എന്ന തരത്തിലാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. UDF 2ഉം 3ഉം റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതവരെ കാര്യം, ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയില്ല.